എല്ലാവർക്കും നമസ്കാരം. മുടി കൊഴിച്ചിൽ മാറ്റാനും നല്ല ഉറക്കം കിട്ടാനും ആയുർവേദത്തിൽ നിർദ്ദേശിക്കുന്ന ഏറ്റവും മികച്ച ഔഷധ തൈലങ്ങളിൽ ഒന്നാണ് ത്രിഫലാദി തൈലം. ത്രിഫലാദി തൈലത്തിന്റെ ഗുണങ്ങളും ശരിയായ ഉപയോഗക്രമവും നോക്കാം. കഠിനമായ മുടി കൊഴിച്ചിൽ തടയാൻ ദിവസവും കുളിക്കുന്നതിന് അരമണിക്കൂർ മുൻപ് ആവശ്യത്തിന് ത്രിഫലാദി തൈലം തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ച് ചെറുതായി മസാജ് ചെയ്യുക. ഇതിലടങ്ങിയിട്ടുള്ള ത്രിഫല വിറ്റാമിൻ സിയാൽ സമൃദ്ധമാണ്. ഇത് തലയോട്ടിയിലെ കോശങ്ങൾക്ക് പോഷണം നൽകുകയും മുടിയുടെ വേരുകളെ ശക്തമാക്കുകയും ചെയ്യുന്നു. എന്നാൽ എണ്ണ തേച്ച് കഠിനമായി തിരുമരുത്. ഇത് മുടിയുടെ വേരുകൾക്ക് കേടുപാടുകൾ വരുത്തും. അകാല നര ഇല്ലാതാക്കാൻ ആഴ്ചയിൽ 3-4 തവണ ഈ തൈലം തലയിൽ പതിവായി ഉപയോഗിക്കുക. ഇതിലെ ശക്തമായ ആന്റി ഓക്സിഡന്റുകൾ മുടിയുടെ നിറം നിലനിർത്തുന്ന മെലാനിന്റെ ഉൽപ്പാദനം ഉത്തേജിപ്പിക്കുകയും അകാല നര തടയുകയും ചെയ്യുന്നു. എന്നാൽ രാസവസ്തുക്കൾ അടങ്ങിയ ഷാമ്പു ഇതിനോടൊപ്പം ഉപയോഗിക്കുന്നത് വിപരീതമായി പ്രവർത്തിക്കും. താരൻ പൂർണ്ണമായി മാറാൻ ത്രിഫലാദി തൈലം തലയിൽ തേച്ച് 20 മിനിറ്റിന് ശേഷം ചെറുപയർ പൊടിയോ താളിയോ ഉപയോഗിച്ച് കഴുകിക്കളയുക. ഇതിന് ആന്റി മൈക്രോബയൽ, ആന്റി ഫംഗൽ ഗുണങ്ങൾ ഉള്ളതിനാൽ തലയോട്ടിയിൽ താരനുണ്ടാക്കുന്ന ഫംഗസുകളെ നശിപ്പിക്കുന്നു. എന്നാൽ എണ്ണ തലയിൽ തേച്ച് രാത്രി മുഴുവൻ വെക്കരുത്. ഇത് താരൻ കൂട്ടാൻ കാരണമായേക്കാം. വിട്ടുമാറാത്ത തലവേദന ഉള്ളപ്പോൾ ഈ തൈലം ചെറുതായി ചൂടാക്കി നെറ്റിയിലും തലയിലും പുരട്ടി മൃദുവായി തിരുമുക. ഇത് തലയിലെ രക്തക്കുഴലുകളുടെ നീർക്കെട്ട് കുറയ്ക്കുകയും നാഡീകോശങ്ങൾക്ക് ശാന്തത നൽകി വേദന ലഘൂകരിക്കുകയും ചെയ്യുന്നു. തലയിലെ ചർമ്മത്തിൽ കുരുക്കളോ ചൊറിച്ചിലോ ഉള്ളപ്പോൾ ത്രിഫലാദി തൈലം തേച്ച് കുറച്ച് സമയത്തിന് ശേഷം കഴുകിക്കളയുക. ഇതിലെ ആന്റി ബാക്ടീരിയൽ ഘടകങ്ങൾ തലയോട്ടിയിലെ ചെറിയ മുറിവുകളെയും ഇൻഫെക്ഷനുകളെയും പെട്ടെന്ന് ഉണക്കാൻ സഹായിക്കും. എന്നാൽ അണുബാധ ഉള്ളപ്പോൾ നഖം ഉപയോഗിച്ച് ചൊറിയരുത്. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ആഴ്ചയിൽ 2 തവണ ഈ തൈലം വളരെ കുറഞ്ഞ അളവിൽ ഉപയോഗിച്ച് തലയിൽ തേച്ച് കുളിപ്പിക്കാം. ഇത് കുട്ടികളുടെ ശരീരത്തിലെ അമിതമായ ഉഷ്ണം കുറയ്ക്കാനും തലച്ചോറിന്റെ വളർച്ചയെ ഉത്തേജിപ്പിക്കാനും സഹായിക്കും. എന്നാൽ കുട്ടികൾക്ക് ജലദോഷമോ പനിയോ ഉള്ള ദിവസങ്ങളിൽ ഈ തൈലം ഉപയോഗിക്കരുത്. സൈനസൈറ്റിസ് പ്രശ്നങ്ങൾക്ക് വെളിച്ചെണ്ണ കൊണ്ടുണ്ടാക്കുന്ന ത്രിഫലാദി തൈലം ചെറു ചൂടോടെ തലയിൽ പുരട്ടാം. ഇത് സൈനസ് അറകളിലെ നീർക്കെട്ട് കുറയ്ക്കാനും തലച്ചോറിലേക്ക് കൃത്യമായ ഓക്സിജൻ എത്തിക്കാനും സഹായിക്കും. എന്നാൽ കഠിനമായ കഫക്കെട്ടുള്ളവർ എള്ളെണ്ണ ചേർന്ന തൈലം ഉപയോഗിക്കരുത്. ഇത് തണുപ്പ് കൂട്ടാൻ കാരണമായേക്കാം. മുടിയുടെ കട്ടി കൂട്ടാൻ ഈ തൈലം ആഴ്ചയിൽ 3 തവണയെങ്കിലും തലമുടിയുടെ വേരുകൾ മുതൽ അഗ്രം വരെ നന്നായി പുരട്ടുക. ഇതിലടങ്ങിയിരിക്കുന്ന പ്രകൃതിദത്ത പ്രോട്ടീനുകൾ മുടിയുടെ കട്ടി വർദ്ധിപ്പിക്കുകയും മുടി രണ്ടായി പിളരുന്നത് തടയുകയും ചെയ്യുന്നു. എന്നാൽ എണ്ണ പുരട്ടിയ ശേഷം കടുപ്പമേറിയ ചീർപ്പ് കൊണ്ട് മുടി ചീയരുത്. മുഖത്തെ കറുത്ത പാടുകൾ മാറാൻ 2-3 ത്രിഫലാദി തൈലം രാത്രി കിടക്കാൻ നേരം മുഖത്ത് പുരട്ടി മൃദുവായി മസാജ് ചെയ്യുക. ത്രിഫലയിലെ വിറ്റാമിനുകൾ ചർമ്മത്തിലെ മൃതകോശങ്ങളെ നീക്കം ചെയ്യുകയും കറുത്ത പാടുകൾ മാറ്റി മുഖത്തിന് തിളക്കം നൽകുകയും ചെയ്യും. എന്നാൽ എണ്ണമയമുള്ള ചർമ്മമുള്ളവർ ഇത് മുഖത്ത് അധിക നേരം വെക്കരുത്.